ഇന്ന് രാവിലെ എണിക്കുമ്പോൾ തന്നെ ഉമ്മർത്ത് മൊത്തം ഉറുമ്പുണ്ടാവും എന്നാട്ടോ ഞാൻ വിചാരിച്ചത്. കാരണം നല്ല ചിരാതൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഞാൻ അത് എടുത്ത് വെക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ, ഉറുമ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ ആ എണ്ണ കുടിக்க ഉറുമ്പ് വരാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഇപ്രാവശ്യം ഇതേ ഒന്നും ഉണ്ടായിരുന്നില്ലേ. ഇനി ഇതൊക്കെ വേഗം പറക്കി എടുത്തിട്ട് വേണം എനിക്കൊന്ന് തുടയ്ക്കണമെങ്കിൽ കേട്ടാ. കാരണം എണ്ണയൊക്കെ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ എപ്പോഴും കമന്റ് സെക്ഷനിൽ വരാറുണ്ട് കുറേ പേർക്ക് ഇതേ രാവിലത്തെയും വൈകിട്ടത്തെയും ഇങ്ങനെ അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കേണ്ട നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടാറുണ്ട് നമ്മുടെ വീഡിയോ കാണുമ്പോൾ. അതുകൊണ്ടാട്ടെ ഞാനത് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്ത്. പിന്നെ ഞാൻ ഇവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ. അതിന് മുന്നേ ഞാൻ നമ്മുടെ ചിരാതുണ്ടല്ലോ സോപ്പ് പൊടി വെള്ളത്തിൽ ഇട്ടൊക്കെയാണ് ചെയ്തത് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചോറിനുള്ള വെള്ളം വെച്ചു. പിന്നെ ഉപ്മാവ് ഉണ്ടാക്കാനായിട്ട് പ്ലാൻ. അതിലേക്കുള്ള ഉള്ളി മുളകോട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ ഉമ്മറഭാഗം തുടച്ചതും. പിന്നെ അതേ കുറച്ച് മുറ്റത്ത് കരടുണ്ടായിരുന്നു കേട്ടോ. അത് ഈ ഫ്രണ്ടത്തെ മാത്രം കേട്ടോ. ഈ ചപ്പൊക്കെ അത് അടിച്ചു കൂട്ടി എടുത്തിട്ട് നമ്മുടെ മുറ്റം കൂടി ഒന്ന് ക്ലീൻ ആക്കി ഇട്ടുകൂട്ടാ. പിന്നെ ഞാൻ അടിച്ചോരി തുടയ്ക്കാന്ന് വിചാരിച്ചു. കാരണം തേജുവിന് ഫുഡ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഉച്ചത്തേക്കുള്ളതൊന്നും ആക്കണില്ല കേട്ടോ. എനിക്കും അരിക്കും ഉപ്മാവും പിന്നെ തേജുവിന് കഞ്ഞി കൊടുക്കാന്നാട്ടോ ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ അടുക്കളയിൽ പണി കുറവായതുകൊണ്ട് തന്നെ ഞാൻ കൈയോടെ വേഗം അടിച്ചോരി തുടക്കാട്ടോ ചെയ്തത്. ഉപ്മാവ് എന്ന് പറയുന്നത് ഗോതമ്പ് പൊടി ഇല്ലേ, ഗോതമ്പ് പൊടിച്ചത്, അതുകൊണ്ടാട്ടോ ഉപ്മാവ് ഉണ്ടാക്കാൻ ഞാൻ വിചാരിക്കുന്നത്. പിന്നെ തേജുവിന് സ്നാക്സ് കൊണ്ടുപോകണം കേട്ടോ. അപ്പൊ അവന് ഞാൻ ബ്രെഡ് നെയ്യിൽ പൊരിച്ചു കൊടുക്കട്ടെ ചെയ്തത്. അപ്പൊ അടിച്ചു തുടച്ചതിന് ശേഷം ആ ബ്രെഡ് ഉണ്ടല്ലോ നെയ്യിൽ പൊരിച്ചിട്ട് അവന്റെ സ്നാക്സ് ബോക്സിലാക്കി വെച്ചു. പിന്നെ നേരെ നമ്മുടെ തേജുവിനെ വിളിക്കാൻ പോയിട്ട്. അവനാണെങ്കിൽ നല്ല ഉറക്കാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് നല്ല മടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പാവം തോന്നിയിട്ടൊക്കെ എടുക്കണ കാണുമ്പോൾ എൻ്റെ മേത്ത് ഇങ്ങനെ കുഴഞ്ഞ് കിടക്കുന്നതായിരുന്നു കേട്ടോ ഞാൻ എത്ര വിളിക്കുമ്പോഴും. പിന്നെ ഒന്ന് രണ്ടും പറഞ്ഞ് എനിപ്പിച്ച് കുട്ടീനെ കുളിപ്പിച്ചു. പിന്നെ ഇത് എൻ്റെ കുളിയും കൂടിയും കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ വേഗം വിളക്ക് കൊളത്തി തേജപ്പതി അമ്പാട്ടിനെ തൊഴുന്നുണ്ട്. പിന്നെ സാമ്പ്രാണി കത്തിച്ച് വെച്ചു കേട്ടോ. ഞാനിപ്പോൾ വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ കയ്യോടെ രാവിലെ കത്തിക്കാറില്ല കേട്ടോ. അടിയും തൊടിയും കഴിഞ്ഞതിന് ശേഷം മാത്രമേ സാമ്പ്രാണി കത്തിക്കാറുള്ളൂ. നല്ല സ്മെല്ല് വരുമല്ലോ. അപ്പോൾ അടിച്ചൊരു തുടക്കൽ കഴിഞ്ഞുകൊണ്ട് മാത്രമേ ഞാനിപ്പോൾ സാമ്പ്രാണി കത്തിച്ച്. പിന്നെ തേജപ്പന് ഇതേ കഞ്ഞി കൊടുത്തു കേട്ടോ. ഒരു സ്പൂൺ മാത്രമേ ഞാൻ കൊടുത്തുള്ളൂ. പിന്നെ അവൻ തന്നെ ഇരുന്ന് കഴിക്കും. പിന്നെ എനിക്കും അരിക്കുള്ള ഉപ്മാവ് ഇതേ ഞാൻ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഉള്ളിയും മുളകൊക്കെ ഇതേ മൂപ്പിച്ച് അതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ടു. പിന്നെ കട്ടൻ ചായ ഏട്ടെന്ന് വെച്ചതൊക്കെ ഉപ്മാവിലേക്ക് കട്ടൻ ചായ കുടിക്കാൻ ഒരു കോമ്പിനേഷൻ അങ്ങനെ തോന്നി. അപ്പോൾ കട്ടൻ ചായയും വെച്ചു. പിന്നെ ഇതേ ഗോതമ്പ് ഉപ്മാവായിട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ നമുക്ക് ബാക്കി മതിലിൻ്റെ പണി ഇന്നോട്ട് തുടങ്ങുകയാണ് കേട്ടോ. അതായത് തേപ്പ്. അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ വന്നിട്ട് വിൻഷേട്ടൻ്റെ ചേട്ടനാട്ടോ അത്. ആളത് വന്നിട്ടൊക്കെ റെഡിയാക്കി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ തേജുവിനെ വേഗം സ്കൂളിലേക്ക് പറഞ്ഞയക്കണല്ലോ. അവൻ്റെ പുറപ്പെടലും കാര്യങ്ങളൊക്കെ ചെയ്ത് അവൻ്റെ സാധനങ്ങളൊക്കെ അവൻ തന്നെയാട്ടോ ബാഗിലേക്ക് വെച്ചേക്കണത്. കാരണം ആ നേരത്തെ സിമെന്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ അതിന്റെ പിന്നാലെ പോയിട്ടോ. പിന്നെ വേഗം തേജുവിനെ ഇതേ വണ്ടി കയറ്റി വിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചായ അടിച്ചു കേട്ടോ. കാരണം ഇനി എനിക്ക് ക്ലാസ്സിന് പോകണല്ലോ. അപ്പൊ പിന്നെ അടിയും തുടയൊക്കെ കഴിഞ്ഞുകൊണ്ട് വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.